എന്താണ് ബ്രേക്കപ്പ്? രണ്ട് വ്യക്തികൾ ഒരുമിച്ച് കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് രണ്ട് പാതയിലോട്ട് മാറിപ്പോകുന്നതാണ് ഒരു ബ്രേക്കപ്പ്. There will be a lot of grief in it. Get lost. Get lost from my life. ആൾക്കാർ എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ചെയ്യുന്നത്? നമ്മുടെ പ്രയോറിറ്റീസ് മാറാം, നമ്മുടെ ഗോൾസ് മാറാം, നമ്മുടെ സിറ്റുവേഷൻസ് ആയിരിക്കാം. ചിലപ്പം എനിക്ക് മറ്റേ ആളുടെ സ്വഭാവമോ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണെങ്കിൽ അത് എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അബ്യൂസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും മുകളിൽ വരുന്ന ടോളറേഷൻ ലെവലിൽ നിന്ന് മുകളിൽ വരുന്ന കാര്യമാണ് അബ്യൂസ് എന്നത്. അത് ഓരോരുത്തർക്കും പേഴ്സണലാണ്. എൻ്റെ ടോളറേഷൻ ലെവൽ ആയിരിക്കത്തില്ല മറ്റൊരാളുടെ ടോളറേഷൻ ലെവൽ. പലപ്പോഴും നമ്മൾ കാരണമായിരിക്കില്ല ആ ഒരു ബ്രേക്കപ്പ്. മിക്കവാറും മറ്റേ ആളുടെ ഒരു സിറ്റുവേഷനോ മറ്റേ ആളുടെ കാഴ്ചപ്പാടിലെ ഒരു മാറ്റമോ ഒക്കെ കാരണമായിരിക്കും ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുക. നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരൂ. ഒഴിവാക്കിക്കളന്നല്ലേ. പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ സൗമ്യയും മഹേഷും കൂടെ ബ്രേക്കപ്പ് ചെയ്യുന്നതാണ്. അതിനകത്ത് സൗമ്യയുടെ പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ട്. സൗമ്യയ്ക്ക് വേറൊരു രീതിയിൽ കംഫർട്ടബിളായിട്ടൊരു ലൈഫ് മുമ്പിൽ വരുമ്പോൾ മഹേഷുമായിട്ട് അങ്ങനെ ചേർന്ന് പോയാൽ അവർ നടന്നിരുന്ന അതേ പാതയിൽ തന്നെ പോയാൽ അതേ കംഫർട്ട്സും അതേ ഓപ്പർച്യൂണിറ്റീസും ഒന്നും കിട്ടില്ല എന്ന് സൗമ്യയ്ക്ക് മനസ്സിലായതുകൊണ്ട് അത് സൗമ്യ ഡിസൈഡ് ചെയ്തു അത് വേണ്ടെന്ന്. എനിക്ക് മഹേഷിനെ മറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സാധാരണ പറയുന്നത് തേച്ചിട്ട് പോയി എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇപ്പം ഒരാൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ മാരേജ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇമാജിൻ ചെയ്യുന്നത് ഒരു ലൈഫ് ലോങ് പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ ആ പാർട്ട്ണർഷിപ്പിൽ നമുക്ക് ഫീലിംഗ് ഓഫ് സേഫ്റ്റി ഉണ്ട്, ഫീലിംഗ് ഓഫ് കംഫർട്ടുണ്ട്, ഒരു വൈബുണ്ട്. ഇതൊന്നും തോന്നാത്തടത്ത് അതിൽ നിൽക്കാൻ പലരും മടിക്കും. അപ്പം ഒരു ഡിസിഷൻ എടുക്കും, ഇത് വേണ്ട എന്ന്, ഒരുമിച്ച് നടക്കാൻ പറ്റില്ല എന്ന്. നിനക്ക് ഇപ്പോൾ ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ പണ്ട് നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഒരുമിച്ചെടുക്കുന്ന ഡിസിഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. രണ്ടുപേരും ആലോചിച്ച് തീരുമാനിച്ച് സംസാരിച്ച് എടുത്ത തീരുമാനമായിരിക്കും. പക്ഷേ ഇത് വളരെയേറെ അഫക്റ്റ് ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് ഒരാൾ ഡിസൈഡ് ചെയ്തിട്ട് മറ്റേ ആൾക്ക് ആ മെസ്സേജ് കൊടുക്കുമ്പോഴാണ് വളരെയേറെ അഗാധമായി മറ്റേ ആളെ അഫക്റ്റ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്ത ആൾക്ക് ആ ഡിസൈഡ് ചെയ്തതിന് മുമ്പ് കുറേ നാളത്തെ ഒരു കൺഫ്യൂഷൻ കാണും. പിന്നെ ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അത്രയും അഫക്റ്റ് ചെയ്യില്ല. മറ്റേ ആൾക്കാണ് അത് വളരെയേറെ ഹേർട്ട് ചെയ്യുന്നതും ഒരുപാട് ടെർമോയിലിൽ കൂടി പോകുന്നതും. Let's just stop this. Let's end this. കുറേ സ്റ്റേജസ് ഉണ്ട് ബ്രേക്കപ്പിന്. ആദ്യത്തെ ഷോക്കാണ്, ഒബ്വിയസ്ലി ഷോക്കാണ്. നമ്മളല്ല ഡിസൈഡ് ചെയ്തെങ്കിൽ അത് വളരെയേറെ ഒരു ഷോക്കാണ്. പിന്നെ ഒരു ദേഷ്യം വരും. ദേഷ്യം മറ്റേ ആളിനോടും നമ്മളോടും. ആ ദേഷ്യം മാറി ഒരു ഡിപ്രഷനിലോട്ട് പോകും. വളരെയേറെ സങ്കടവും ഞാൻ എന്ത് ചെയ്തിട്ടാണ്, എനിക്ക് എന്ത് കുറവാണുള്ളത് എന്നുള്ള ആ ഒരു സ്റ്റേജ് വരും. പിന്നെ ഒരു നെഗോസിയേഷനാണ്. ആ ഒരു സങ്കടം മാറുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയും ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു നെഗോസിയേഷൻ ട്രൈ ചെയ്യും, ബാർഗെയിൻ ചെയ്യും. ലൈഫിലായാലും കരിയറിലായാലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായി പോകുന്നൊരവസ്ഥ എല്ലാവർക്കും വരും. യു ഷുഡ് ജസ്റ്റ് മേക്ക് എ കോൺഷ്യസ് ഡിസിഷൻ ആൻഡ് മൂവ് ഓൺ. ഈ നെഗോസിയേഷൻ സ്റ്റേജിൽ വരുമ്പോൾ പരമാവധി നമുക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരാത്ത ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക. എന്ന് പറഞ്ഞാൽ അവളെ പോയി കാണുക, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറി ചെല്ല്, ഇങ്ങനത്തെ ബുദ്ധികൾ പറഞ്ഞു തരുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ സംസാരിക്കാതിരിക്കുക. ബിക്കോസ് ലീഗലി ഇങ്ങനെ ചെയ്യുന്ന പല കാര്യങ്ങളും ഇല്ലീഗലാണ്. സ്റ്റോക്ക് ചെയ്യുക, പുറകിന് നടക്കുക, അല്ലെങ്കിൽ അവരെ നിരന്തരം ഫോണിൽ വിളിക്കുക, അവരുടെ വീട്ടിൽ ഇടിച്ച് കയറി ചെല്ലുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എക്സ്ട്രീം കേസസ് എന്ന് പറയുന്നതാണ് ആസിഡ് അറ്റാക്സും. നമ്മുടെ ഉയരെ എന്നുള്ള മൂവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്ത് ആസിഡ് അറ്റാക്കാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രീം കേസസ് ആണ്. പല കാര്യങ്ങളും ഇല്ലീഗലാണ്. തുരതുരെ ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ പലരോടും ചെന്ന് പല കഥകളും ആ മറ്റേ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഇല്ലീഗൽ കാര്യമാണ്.
Hello, Megha. Don't call on my friend's phone, okay? Darshana, please listen to me. നീയും ഞാനും തമ്മിൽ ഇനി ഒന്നുമില്ല. നമ്മൾക്ക് ആർക്കാണെങ്കിലും ചെയ്യാവുന്ന കാര്യം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഗ്രീഫിൽ കൂടി പോകുമ്പോൾ, അങ്ങനെ ഒരു ദേഷ്യത്തിൽ കൂടി പോകുമ്പോഴൊക്കെ നമുക്ക് പ്രൊഫഷണൽസിനോട് സംസാരിക്കാം, കൗൺസിലറോട് സംസാരിക്കാം, ടീച്ചേഴ്സിനോട് സംസാരിക്കാം. പേരൻസ് അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ പേരൻസിനോട് സംസാരിക്കാം, കുറച്ച് ഇരുത്തം വന്ന ഫ്രണ്ട്സിനോട് സംസാരിക്കാം. നമുക്ക് ട്രസ്റ്റ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ അവരോട് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, നമ്മൾ സംസാരത്തിൽ പുറകോട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജേർണൽ ചെയ്യാം, നമുക്ക് എഴുതാം. ഒരു ഡയറിയിൽ എഴുതി കുറേ നാൾ കഴിയുമ്പോൾ അത് വേണമെങ്കിൽ കത്തിച്ച് കളയാം. അങ്ങനെ പല രീതികളും ഉണ്ട് നമുക്ക് അത് പുറത്തോട്ട് കൊണ്ടുവരാൻ. അകത്ത് ഇൻറ്റേർണലൈസ് ചെയ്യുമ്പോഴാണ് അത് വളരെ വിഷമമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് എത്ര നാളാണ് നമ്മൾ അതിൽ നിന്നും വരാനെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോന്നാണ്. ചിലവർ 1 മാസം 2 മാസത്തിൽ പുറത്തു വരും, ചിലവർ 6 മാസം, ചിലവരൊക്കെ ഒരു വർഷമൊക്കെ എടുക്കും ചിലപ്പോൾ ആ ഒരു ഗ്രീഫിൽ നിന്ന് ഇറങ്ങി വരാൻ. ശ്വാസം മുട്ടുന്ന പോലെ തോന്നും, ഒരു വെയിറ്റ് നമ്മുടെ നെഞ്ചത്തെടുത്ത് വെച്ചതുപോലെ തോന്നും, നടക്കാൻ പറ്റാതെ വരും, കഴിക്കാൻ പറ്റാതെ വരും. ഇതൊക്കെ ആ പ്രോസസ്സാണ്, നാച്ചുറൽ പ്രോസസ്സാണ്. അതിനെ റെസിസ്റ്റ് ചെയ്യേണ്ട. കരയണമെങ്കിൽ ധാരാളം കരയാം. പലപ്പോഴും നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കരയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബാത്റൂമിൽ പോയി വെള്ളം തുറന്നിട്ടിട്ട് കരയാം. അങ്ങനെ പല രീതിയിലും നമുക്ക് അത് ആ പ്രോസസ്സിലൂടെ പോകേണ്ടതാണ്. ദർ ഇസ് നോ വേ എക്സെപ്റ്റ് ത്രൂ ഇറ്റ്. അടി കൂടെ പോകാൻ പറ്റില്ല, സൈഡിൽ കൂടെ പോകാൻ പറ്റില്ല, മുകളിൽ കൂടെ പോകാൻ പറ്റില്ല. ദർ ഇസ് ഓൺലി വൺ വേ, ത്രൂ ഇറ്റ്. ആ ഒരു പ്രോസസ്സ് ഫുള്ളി നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാലേ നമുക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അവസാനത്തെ സ്റ്റേജ് അക്സെപ്റ്റൻസ് ആണ്. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഇത് സംഭവിച്ചു, ഇങ്ങനെയാണ് കാര്യങ്ങൾ. മറ്റേ ആളിനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, നമ്മളെക്കുറിച്ചും നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഹീലിംഗ് ആണ്, നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരുന്നതാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ ഇങ്ങനെ പല സ്റ്റേജുകൾ കൂടി നമ്മൾ കടന്നു പോകുന്നതാണ് ഒരു ബ്രേക്കപ്പ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അപ്പുവും മാത്തനും മായാനദിയിൽ അവർ ബ്രേക്കപ്പിൽ കൂടി പോകുന്ന 2 വ്യക്തികളാണ്. അപ്പം അതിന് കാരണം എന്ന് പറഞ്ഞാൽ അപ്പുവിൻ്റെ പ്രയോറിറ്റീസ് വേറെയാണ്, മാത്തൻ്റെ രീതികൾ വേറെയാണ്. രണ്ടും 2 രീതികളാണ്. അവിടെ ഒരുപാട് സ്നേഹമുണ്ടെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ, കുറേ നാൾ ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അപ്പുവിനറിയാം. അപ്പുവിൻ്റെ ഗോൾസ് വേറെയാണ്. ലൈഫ് എങ്ങനെ പോകണമെന്നൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും ഹോപ്പുണ്ടോ? നീ അടിപൊളിയാന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. പക്ഷേ ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് പോയാ ഈ 2 വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഡെയിലി ലിവിങ് എന്ന് പറയുന്നതാണ് ജീവിതം. എന്ന് വെച്ചാൽ ഒരുമിച്ച് ഉറങ്ങി എണീറ്റ് പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ടവല് വിരിച്ചിടുന്നു, അല്ലെങ്കിൽ ഒരാൾ ബെഡിലിടുന്നു, കുക്കിങ്ങിന് ഒരാളോ 2 കയറുന്നു, പാത്രങ്ങൾ കഴുകുന്നു. ഇങ്ങനത്തെ ഡെയിലി ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് എത്രത്തോളം ഒരുമിച്ച് പോകാൻ പറ്റും എന്നുള്ളതാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. അങ്ങനെ പറ്റുന്നില്ല എന്ന് തോന്നുന്നതാണ് അവിടെ അപ്പു എടുക്കുന്ന തീരുമാനം. അങ്ങനെയാണ് അവർ ബ്രേക്കപ്പ് ആവുന്നതും. ഒരു പാതയിൽ തന്നെ ഹാപ്പിയായിട്ട്, കംഫർട്ടബിളായിട്ട്, സേഫായിട്ട് പോകാൻ പറ്റില്ല എന്ന്, പീസ്ഫുള്ളായിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ വരുമ്പോഴാണ് ബ്രേക്കപ്പ് വരുന്നത്. അത് ഒരാളുടെ കുഴപ്പം കൊണ്ടായിരിക്കില്ല, ബട്ട് ആ ആളുടെ കാഴ്ചപ്പാടുകൾ കാരണം, സിറ്റുവേഷൻ, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ ആയിരിക്കും. എന്നോട് തരി ഇഷ്ടം പോലും തോന്നുന്നില്ല. ആരുടെയും കുറ്റവും കുഴപ്പവും ഒന്നും അല്ല. എല്ലാവർക്കും ഹാപ്പിനെസ് വേണം, എല്ലാവർക്കും സമാധാനം വേണം, സേഫായിട്ടുള്ള ഫീലിംഗ് വേണം. നമ്മൾ ഫിസിക്കലി സേഫ് ആയിരിക്കണം, ഇമോഷണലി സേഫ് ആയിരിക്കണം, മെൻ്റലി സേഫ് ആയിരിക്കണം, ഈ ഫിനാൻഷ്യലി സേഫ് ആയിരിക്കണം. ഈ എല്ലാ സേഫ്റ്റി ഫാക്ടറും കണക്കിലെടുക്കുമ്പം അത് ഓക്കെ ആണെന്ന് തോന്നുമ്പോഴാണ് 2 വ്യക്തികൾ ഒരുമിച്ച് നടക്കാൻ തീരുമാനിക്കുന്നത്. ഇല്ലെങ്കിൽ സ്നേഹം കാണും, സ്നേഹം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ.
ഒരു ബ്രേക്കപ്പ് നമ്മുടെ ലൈഫിൻ്റെ എൻഡല്ല. ഇറ്റ്സ് ജസ്റ്റ് എ പോസ്, ഒരു കോമ. കുത്തായിട്ടില്ല, ഒരു കോമ മാത്രമാണ്. അപ്പം അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താലേ ലൈഫിൽ കൂടി കടന്നു പോവുള്ളൂ. ഇറ്റ് ഈസ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ. ഇറ്റ് ഈസ് ഓക്കെ ടു ഗ്രീവ്. വിഷമം തോന്നുന്നത് നാച്ചുറലാണ്. ആൻഡ് ഹെൽപ്പ് വേണമെങ്കിൽ, സപ്പോർട്ട് വേണമെങ്കിൽ ചോദിച്ച് മേടിക്കാം. നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളിനെ അപ്രോച്ച് ചെയ്യാം. സോ ബ്രേക്കപ്സ് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. അത് വിഷമിച്ച് തന്നെ തീർക്കേണ്ടി വരും. കുറച്ച് സമയം എടുക്കും, ചിലവർക്ക് കുറച്ച് സമയമായിരിക്കും, ചിലവർക്ക് കൂടുതൽ സമയമായിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് ദി എൻഡ്. ഇറ്റ്സ് ജസ്റ്റ് എ സ്മോൾ കോമ, എ പോസ്.